സാർക്കോമയുടെ സർജറി കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് പോയിട്ടുള്ള അനേകായിരം പേഷ്യൻസിനെ ഞാൻ ടാറ്റയിലായിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. ഈ സാർക്കോമ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ക്യാൻസർ ആയതുകൊണ്ടും വളരെ അഗ്രസീവായിട്ടുള്ള ട്യൂമർ ആയതുകൊണ്ടും ഇതിൻ്റെ നിർണയവും ഇൻവെസ്റ്റിഗേഷൻസും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. ഈ പറയുന്ന സാർക്കോമ പലപ്പോഴും സർജറിയാണ് അതിൻ്റെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻ്റ് എങ്കിലും മിക്ക പേഷ്യൻസിനും നമുക്ക് ഇമ്മീഡിയറ്റ്ലി റേഡിയേഷൻ അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് സാർക്കോമയിൽ ആദ്യമേ റേഡിയേഷൻ ചികിത്സയും അതിനുശേഷം സർജറിയും ചെയ്ത് അവർ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പരിധിവരെ ഈ സാർക്കോമ ട്രീറ്റ് ചെയ്യാനും അവരെ പഴയതുപോലെ ആക്കാനും സാധിക്കാറുണ്ട്. ഈ സാർക്കോമ എന്ന് പറയുന്ന അസുഖം പലപ്പോഴും നമ്മുടെ മസിൽസിൽ വന്നിട്ട് പെട്ടെന്ന് അഗ്രസീവായിട്ട് ഈ ട്യൂമർ വലുതാകാറുണ്ട്. അപ്പോൾ ഈ സർജറി സമയത്ത് നമ്മൾ ഈ ട്യൂമർ പലപ്പോഴും അടുത്തൂടെ പോകുന്ന രക്തധമനികളിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പം നമ്മൾ ഈ രക്തക്കുഴലുകൾക്കൊന്നും ഒരു ഡാമേജ് വരാതെ ഇത് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കാലോ കൈയോ ഒക്കെ പ്രിസർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാലിലും കയ്യിലുമുള്ള മസിൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ഫങ്ഷൻസ് എല്ലാം നടക്കുന്നത്. നമുക്ക് നടക്കാനാണെങ്കിലും കൈ മടക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് ഈ മസിൽസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ സർജറി ചെയ്യുന്ന സമയത്ത് ഈ രക്തക്കുഴലുകളിന് ഇഞ്ചുറി വരാതെ നമ്മൾ ഈ മസിൽസ് മാറ്റി നമ്മൾ ആ മസിലിൻ്റെ ഫങ്ഷൻ പഴയതുപോലെ ആക്കാൻ വേറെ മസിൽസ് വെച്ചിട്ട് റീകൺസ്ട്രക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സാർക്കോമ ചികിത്സയോടൊപ്പം തന്നെ അവരെ നമുക്ക് പഴയതുപോലെ ആക്കാൻ സാധിക്കാറുണ്ട്.